നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്നേഹസൗഹൃദത്തിന്റെ നന്മകൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾക്കേവർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നമ്മെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കാത്തിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ ലോകത്തിലേക്ക് ഒരു യാത്ര. കാട്ടിലെ കൂട്ടുകാർ. ചന്തയിൽ നിന്നും ബസ് ഒഴിവാക്കി നടന്നു വരുന്നത് ഒരു സുഖം തന്നെയല്ലേ? പിന്നെ അത്ര വലിയ സുഖമൊന്നുമില്ല. പിന്നെ ഏക ആശ്വാസം ആ വഴി കിട്ടുന്ന പണം കൊണ്ട് മിഠായി വാങ്ങാമെന്നതാ. സ്ഥിരം ഈ മിഠായി വാങ്ങുന്ന ഏർപ്പാട് അത്ര നല്ലതൊന്നുമല്ല. കോളേജിലൊക്കെ ഒന്ന് വിലസണമെങ്കിൽ പണം വേണ്ട മോട്ടു. ഓഹോ, അപ്പൊ അതിനാണ് ഈ ത്യാഗവും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ അല്ലേ? മോട്ടു, ഞങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കിക്കോട്ടെ. നീ അതിനെതിരാ എതിര് നിൽക്കുന്നേ? ഞാൻ എതിരൊന്നും ഇല്ലേ, ഉപദേശിക്കാൻ വന്നിരിക്കുക. വിട്ടുകള. ഒയ്യുണ്ടായി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നോക്ക്, ഇത് കണ്ടോ? ഇതാണ് പണം ഉണ്ടാക്കാനുള്ള നല്ല മാർഗം. ഇതാവുമ്പോ സർക്കാരിന്ന് പണം കിട്ടും ചെയ്യും. എന്ത് പറയുന്നു? ഇതോ? അത്ര നല്ല ഏർപ്പാടാണെന്ന് തോന്നുന്നില്ല കേട്ടോ. മണമൊക്കെ കാണും. സഹിക്കുന്നില്ല. ശരിക്കും പഴയുന്നവര് പോകാം കേട്ടോ. ഇച്ചിരി മണമൊക്കെ സഹിക്കേണ്ടി വരും. എന്റെ അമ്മോ, ഇതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. എന്റെ മൂക്ക് ഇനി ഒന്നിനും കൊള്ളില്ല. ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? ആ ചേട്ടൻ ചെയ്യുന്ന പണിയിൽ ഒരു മഹത്വം ഉണ്ട്, അത് മനസ്സിലാക്കണം. എന്തൊരു മഹത്വം? ഒന്നുമില്ലേലും നമ്മളെയൊക്കെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതില് ഇവര് പ്രധാന പങ്ക് വഹിക്കുന്നില്ലേ? അവര് കൂലിയും വാങ്ങുന്നില്ലേ? അത് തന്നെ കോരു ഞാൻ പറഞ്ഞത്. അവരുടെ അധ്വാനത്തിന്റെ വില എന്നത് എത്ര തന്നെ ആയാലും മതിയാവില്ല. ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതിലും ഭേദം പിച്ചച്ചട്ടി എടുക്കുന്നതാ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഉപദേശമല്ല കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ മര്യാദക്ക് നടന്നു വാ.
ഞാൻ കളിക്കട്ടെ കുറച്ച് നേരം. ആ കളിയും നീ ജയിച്ചോ? അടിപൊളി. ദേ, കപിലേ, നോക്കിക്കേ. ഇത് കണ്ടോ? എന്താ മോട്ടു? എന്താ മോട്ടു കാര്യം പറയൂ. അതെ, വല്ല സിനിമാ പരിചയമായിരിക്കും. നിങ്ങള് ചിരിക്കണ്ടാട്ടോ. നിങ്ങള് കളിയാക്കിയ വ്യക്തിയെ കുറിച്ചുള്ള വാർത്തയാണിത്. കാണും വന്നിട്ട്. ആര് കളിയാക്കി? ആര് കളിയാക്കി? എപ്പോ കളിയാക്കി? എങ്ങനെ കളിയാക്കി? എങ്ങനെ കളിയാക്കി? എന്റെ മോട്ടു, നീ ആ ന്യൂസ് ഒന്ന് വായിക്കേ വേഗം. വായിക്ക് വായിക്ക്. ആ, നാടിന്റെ അഭിമാനം മാലിന്യ കുമ്പാരത്തിലെ സഹായഹസ്തം. എന്തോന്ന് ഹസ്തം? അതെന്തോ കേക്ക്. ആ, ചേറിലും ചെളിയിലും പണിയെടുത്ത് പ്രകൃതി സംരക്ഷണം നടത്തുന്ന ഗംഭീറിന്റെ പുണ്യപ്രവർത്തനം നാടിന്റെ നന്മയ്ക്ക്. നാടിന്റെ നന്മയ്ക്കല്ല, ഗംഭീറിന്റെ ഇഷ്ടപ്പെട്ടില്ലേ? നന്മയ്ക്ക്. പിന്നല്ലാതെ ചെറിയ ജോലി ഇങ്ങനെയൊന്നും കളിയാക്കരുത്. നിങ്ങളൊന്ന് നിർത്ത്. ന്യൂസ് എന്താണെന്ന് നോക്കട്ടെ. ഇതൊക്കെ, ഇതൊക്കെ. കിട്ടുന്ന തുച്ഛമായ വരുമാനം പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച് ഗംഭീർ മാതൃകയാകുന്നു. കണ്ടു പഠിക്ക്. സമ്മതിക്കണം. നേരാ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാ ആ ചേട്ടൻ അവിടെ അധ്വാനിക്കുന്നത്. അത് ന്യൂസിൽ വരാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ആ, പിന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ അവന് മുഴുത്ത വട്ടായിരിക്കും. നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ എന്താ ഇത്ര ചിരിക്കാൻ? വല്ല കോമഡിയും പറഞ്ഞു. അത് പിന്നെ സാറേ, ഞങ്ങള് ഒരു വെറുതെ കോമഡിയല്ല സാർ, പേപ്പറിൽ വന്ന ന്യൂസ് ആയിരുന്നു കാര്യം. ഓഹോ, പേപ്പറിൽ വന്ന ന്യൂസിൽ എന്താ അത്ര ചിരിക്കാനുള്ളത്? അത് പിന്നെ അത് പിന്നെ സാറേ, പത്രത്തിൽ വന്ന വാർത്ത വായിക്കായിരുന്നു. സഹജീവികളെ സ്നേഹിക്കുന്ന ഗംഭീർ എന്ന ഒരു ഓവുചാല് വൃത്തിയാക്കുന്ന ആളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള വാർത്തയെ ഞാൻ ഇതിനകത്ത് വായിച്ചു കൊടുക്കുമായിരുന്നു ഇവർക്കൊക്കെ. ഓ, അതിനാണോ ഇത്ര ചിരി? ആ, സാറേ, ദേ, ഇവർ പറയുക ഇതൊക്കെ പേപ്പറിൽ വെറുതെ എഴുതി പിടിപ്പിച്ചതാണ്. അല്ല മക്കളെ, ഒരിക്കലുമല്ല. ഗംഭീർ എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാ. ഉം, നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്തുള്ള ഒരു വ്യക്തി. കേട്ടില്ലേ സാറിനറിയാട്ടോ. സാറേ? ഗംഭീറിനെ സാർ അറിയോ? എന്ന് ചോദിച്ചാൽ അടുത്തറിയില്ല. ഉം. നിരവധി കേട്ടിട്ടുണ്ട്. അനവധി കുട്ടികളെ സഹായിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണം, വസ്ത്രം, പുസ്തകം എന്നിവ നൽകുന്നതായും പറഞ്ഞു ശരി കേട്ടിട്ടുണ്ട്. സാറേ, നമുക്ക് ഈ ഗംഭീറിനെ ഒന്ന് പരിചയപ്പെടണമല്ലോ. അതിനെന്താ, നമുക്ക് ക്ലബിൽ വെച്ച് ഉം. ഒരു ചെറിയ സ്വീകരണ പരിപാടി സംഘടിപ്പിക്കാം. അതുകൊണ്ട് എന്താ? ഓക്കെ സർ, വെരി ബെസ്റ്റ്. അല്ല, പപ്പീസും കോരും എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ എന്ത് പറയാനാ? ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ് ട്ടാ. ശരിയാ. അതിനധികം ചെലവൊന്നും വരില്ല കോരു. ലളിതമായ ചടങ്ങ് നമ്മൾ മാത്രം മതി. നമുക്ക് ഗംഭീറിന്റെ പ്രവർത്തനത്തെ കുറിച്ചും മറ്റും അറിയാമല്ലോ. സാറേ, വേണം. ഗംഭീറിനെ നമുക്ക് ആദരിക്കണം. അതെ ആ, നിങ്ങൾ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. ഞാൻ ഗംഭീറിനെ കണ്ട് കാര്യങ്ങൾ പറയാം. എന്നാ ശരി ശരി ആ, സർ. പിന്നെ ക്ലബിനെ പ്രതിനിധീകരിച്ച് എന്റെ കൂടെ നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് വരണം. മോട്ടു, നീ ചെല്ല്, ഞാൻ സ്വീകരണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. എങ്കിൽ മോട്ടു വാ. ദേ, ഇതൊരുമാതിരി ആവശ്യമില്ലാത്തൊരുമാതിരി പരിപാടിയായി പോയി. വമ്പൻ സാറിന് ഒരു പരിപാടികളേ. ആ, അപ്പോ ഗംഭീർ വസന്തം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ക്ഷണം സ്വീകരിച്ചു കേട്ടോ. തീർച്ചയായും സർ. എന്റെ ഈ പ്രവർത്തനം മറ്റുള്ളവരെ അറിയിച്ചാല് അവർക്ക് പ്രചോദനമാവുന്നെങ്കിൽ ആവട്ടെ. അതെ, പിന്നെ നമുക്ക് വളരെ ലളിതമായ പരിപാടികൾ സംഘടിപ്പിച്ചാൽ മതി കേട്ടോ. തീർച്ചയായും. ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലബ് ഉണ്ടേ. ഓ. അവിടെ വെച്ച് പരിപാടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ അംഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മതി. എനിക്ക് ഈ സ്വീകരണ പരിപാടിയിലൊന്നും വലിയ താല്പര്യമില്ല. ഗംഭീറിന്റെ ജീവിതാനുഭവം കണ്ട് മറ്റുള്ളവരും ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അതൊരു നല്ല കാര്യമല്ലേ? തീർച്ചയായും സാറേ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ സ്ഥലമൊക്കെ ഒക്കെ അറിയാം അറിയാമല്ലോ. സർ. ഞാൻ അവിടെ കൃത്യസമയത്ത് എങ്കിൽ എത്താം. നമുക്ക് ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ, പോയി വരൂ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ശരി സർ. സംഗതി സീരിയസ് ആണ്. എന്തായാലും നമ്മുടെ പപ്പമാര് നമ്മൾ ഓവുചാലം നന്നാക്കുന്ന പണിക്കൊന്നും വിടില്ല കേട്ടോ. അത് നേരാ.
പിന്നെ നമ്മൾ വെറുതെ ഈ പരിപാടിക്ക് പിരിവുമായിട്ട് നടക്കുകയൊന്നും വേണ്ട കേട്ടോ. മാന്യമായി ജീവിക്കാനുള്ള വക പപ്പുണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ നമുക്കെന്ത് പേടിക്കാനാ? ആ സൂപ്പർ മോൾ സ്റ്റൈൽ വീട്, റേസിംഗ് മോഡൽ ബൈക്ക്, കോണ്ടിനെന്റൽ ഡെലിഷ്യസ് ഫുഡ്. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? ദേ, പരിപാടിക്ക് വേണ്ട പണം ആ മോട്ടും കബലും കണ്ടെത്തിക്കോട്ടെ. പിന്നല്ലാതെ നമുക്ക് ആ സമയത്ത് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ഗെയിം ആ കളിക്കാമെന്നേ. കറക്റ്റ്. നമുക്കിപ്പോ സിനിമയ്ക്ക് പോകാം. വാ. എന്നാ വേഗം വാ, സിനിമയ്ക്ക് പോകാൻ സമയമായി. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങൾക്ക് കുറച്ചു കാലമായിട്ടേ പരിചയം കാണൂ. കാരണം ഞാൻ ഈ പ്രദേശത്തുകാരനല്ലല്ലോ. ഈ പ്രദേശത്തുകാരനെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചുമ്മാ sentiments. നിങ്ങളെ പോലെ എനിക്കും പഠിക്കണമെന്നും നല്ല തൊഴിൽ ചെയ്യണമെന്നും സമൂഹത്തിൽ മാന്യമായി ജീവിക്കണമെന്നും വിചാരിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഒരു സമ്പന്ന കുടുംബത്തിൽ വളർന്നവൻ. പിന്നെ ആരും ഇല്ലാതാക്കിയത്? ഞാനോ? ഒരു സമ്പന്നം വന്നിരിക്കും. സമ്പന്നനായതുകൊണ്ടായിരിക്കും കാല് കോരുന്നത്. കേൾക്കാനും പറ്റുന്നില്ല. നമ്മള് സമ്പന്നന്മാർക്കിട്ടൊന്ന് താങ്ങിയതാണെന്നാ തോന്നുന്നേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞില്ലേ, ആവശ്യത്തിന് പണം, പ്രശസ്തി, കാറ്, ബംഗ്ലാവ് എല്ലാം. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠനം. എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതായി. ഒരു ഉരുൾപൊട്ടലിൽ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട അച്ഛൻ, അമ്മ, എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു. സ്വത്ത് കണ്ടും വീട് കണ്ടും പണം കണ്ടും അഹങ്കരിച്ചിരുന്ന ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ തെരുവിൽ അലച്ചു നടന്നു. അങ്ങനെ നന്നേ ചെറുപ്പത്തിൽ അനാഥനാക്കപ്പെട്ട ഞാൻ നാട് വിട്ട് നല്ലവരായ നിങ്ങളുടെ അടുത്തെത്തി. അധ്വാനിക്കാൻ മനസ്സുള്ളത് കൊണ്ട് എന്ത് പണിയും ചെയ്യാൻ ഞാൻ തയ്യാറായി. അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്തു. എന്നെ പോലെ ഒരു കുട്ടിയും ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനും അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെറിയ തുകകൾ ഉപയോഗിക്കുവാനും തീരുമാനിച്ചു. പണം കൊണ്ട് അഹങ്കരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെന്നു. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ജീവിതത്തിന്റെ ഒരു ചെറിയ പങ്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കബീർ കീ ജയ്, കബീർ കീ ജയ്, കബീർ നാടിന്റെ സ്വത്ത്, കബീർ ഈ നാടിന്റെ സ്വത്ത്, കബീർ ഈ നാടിന്റെ സ്വത്ത്, കബീർ കീ ജയ്. ആ, വളരെ നന്ദി ഗംഭീർ. ഗംഭീറിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞതിലും അപ്പുറത്താണ് ഗംഭീറിന്റെ മനസ്സ്. ഗംഭീർ, നിങ്ങളെ എത്ര പ്രശംസിച്ചാലും അധികമാകില്ല. മാത്രമല്ല, ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടതും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കേണ്ടതുമായ കടമയും ഇതിലൂടെ ഓർമ്മിപ്പിച്ചു. വരും തലമുറയ്ക്ക് ഈ ഭൂമി സ്വർഗമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. സാറേ, ഇതിനെ കുറിച്ചൊരു കവിത ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓഹോ, എങ്കിൽ കേക്കട്ടെ. ഇങ്ങോട്ട് കേറി വരൂ. ഞാനിത് നിന്ന് പാടൂ. പാടാലേ? പാടിക്കോളൂ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ട് പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ?
ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെയങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം. നിറങ്ങൾ മായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോർ ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. കൂട്ടുകാരുടെ കുസൃതികളിൽ നിന്നും ഇനി ടിങ്കുവിന്റെ കൊഞ്ചലിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് അങ്കിൾ. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു അങ്കിൾ. ഓക്കെ, അങ്കിൾ, എന്തുവാടാ നിനക്ക് പറയാനുള്ളത്? അങ്കിളിനെ കാണാൻ നല്ല ഭംഗിയാ. ഓ അത് ശരി, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങൾ നല്ല ഭംഗിയൊക്കെയാണ്. ടിങ്കുവിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഹായ് അങ്കിൾ, താങ്ക് യു. ആട്ടെ, നീ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതെ അങ്കിൾ. എന്താ നിനക്ക് വേണ്ടത്? ഒന്നും വേണ്ട. ഓ, എന്തോ ഒരു കാര്യമുണ്ട്. എന്താ? ഞാൻ അറിയട്ടെ. ആ, എനിക്കൊരു ഉടുക്ക് വാങ്ങി തരുമോ? ഈ ഉടുപ്പ് വാങ്ങി തരണമെന്നോ? ആ. എടാ, ഞാൻ നിനക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ കുറേ ഉടുപ്പ് മേടിച്ച് തന്നത്. പിന്നെ എന്തിനാ ഇപ്പം പുതിയൊരു ഉടുപ്പിൻ്റെ ആവശ്യം? അതെ അങ്കിള്, എനിക്ക് നല്ല ഉടുക്കൊക്കെ ഉണ്ട്. ആ, ഉടുപ്പുണ്ട്. പിന്നെ എന്തിനാ? എൻ്റെ കൂട്ടുകാരന് നല്ലൊരു ഉടുക്ക് വാങ്ങി. ആ, കൂട്ടുകാരന് നല്ലൊരു ഉടുപ്പ് വാങ്ങിയെന്ന് പറയുന്നത്. അതിന് നിനക്ക് എന്നാ? അത് കാലത്തെ ഉടുക്ക് എനിക്ക് വേണം. ആ, അത് ശരിയല്ല. നിനക്ക് ഇഷ്ടംപോലെ ഉടുപ്പുണ്ട്. കൂട്ടുകാരന് ഒരു പക്ഷേ അവൻ്റെ അങ്കിളോ അമ്മാവന്മാരൊക്കെ പുതിയ ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. അതേ ഉടുപ്പ് തന്നെ വേണമെന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമല്ല. എനിക്ക് വേണം. ടിങ്കു, ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവം നൽകിയ കൽപ്പനകളിൽ ഏറ്റവും ഒടുവിലെ കൽപ്പന എന്താണെന്ന് അറിയാമോ? അറിയത്തില്ല. ആ, മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ യാതൊന്നും മോഹിക്കുവാനായിട്ട് പാടില്ല. അയ്യോ അങ്കിൾ, അത് തെറ്റാണോ? പിന്നെ മോഹം വരുത്തുന്ന വിന എന്താണെന്ന് അറിയാമോ? ആ, എനിക്കറിയത്തില്ല. അങ്കിൾ ഒരു കഥയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ അങ്കിൾ. ഒരു വ്യക്തി വഴിതെറ്റി കാട്ടിലൂടെ പോവുകയായിരുന്നു. അയ്യോ, മൃഗങ്ങളൊക്കെ ഇല്ലേ? അതെ, അദ്ദേഹം വളരെ പേടിച്ചാണ് ആ കാട്ടിലൂടെ യാത്ര ചെയ്തത്. എങ്ങനെ തിരികെ നാട്ടിലെത്തണം എന്നറിയത്തില്ല. അദ്ദേഹം യാത്ര ചെയ്ത് വളരെ ക്ഷീണിച്ചു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചു, അയ്യോ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ടോ? അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതിനു മുമ്പേ ആ മരത്തിൽ നിന്നും വെള്ളം പതിയെ താഴോട്ട് വീഴുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം കൈകളിൽ ആ വെള്ളമെടുത്ത് കുടിച്ചു. ഉടനെ അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, കുറച്ച് ആഹാരം കിട്ടിയിരുന്നെങ്കിലോ. ഉടനെ ആ വൃക്ഷത്തിൽ നിന്നും കുറേ നല്ല ഫലവൃക്ഷങ്ങൾ വീഴുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം അത് പറക്കി തൻ്റെ വിശപ്പ് അടക്കി. ഇത് രണ്ടും സംഭവിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു, താൻ ഇരിക്കുന്നത് ഏതോ ഒരു പ്രത്യേകമായ വൃക്ഷത്തിൻ്റെ കീഴിലാണ്. അദ്ദേഹം മനസ്സിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. താൻ വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ മക്കൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കണം. എനിക്ക് കുറേ സമ്മാനങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഉടനെ തന്നെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഉടനെ ആ വൃക്ഷം കുറേ സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. ഉടനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പിന്നെയും വർദ്ധിച്ചു. അദ്ദേഹം ചിന്തിച്ചു, ഈ സമ്മാനങ്ങൾ മാത്രമായിട്ട് പോയാൽ ശരിയാവത്തില്ല, കുറേ രത്നങ്ങളും സ്വർണം കിട്ടിയാൽ നല്ലതായിരുന്നു. ആ വൃക്ഷം അവനാവശ്യമുള്ള സ്വർണവും രത്നങ്ങളും എല്ലാം നൽകി. പിന്നെയും അവൻ്റെ ആർത്തി കൂടി വന്നു.
അവൻ വിചാരിച്ചു, എനിക്ക് ഒരുപാട് നല്ല വസ്ത്രങ്ങൾ കിട്ടണം, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് നല്ല ചെരുപ്പുകൾ കിട്ടണം. അതെന്തുണ്ടായി? അതും ആ വൃക്ഷം കൊടുത്തു. അങ്ങനെ ഇതെല്ലാമായിട്ട് അദ്ദേഹം പോകുവാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നു. അതെന്താ അങ്കിൾ? അദ്ദേഹം ചിന്തിച്ചു, ഇതുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വലിയ കരടിയോ അല്ലെങ്കിൽ പുലിയോ കടന്നു വന്നാൽ എന്നെ തിന്നുകളയില്ലേ? അയ്യോ, എന്നിട്ട് എന്തുണ്ടായി? അദ്ദേഹം ചിന്തിച്ച ഉടനെ തന്നെ ഒരു പുലി വന്ന് അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു. ഈ കഥയിൽ ഒരു നല്ലൊരു ഗുണപാഠമുണ്ട്. എന്താ അത്? നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ലഭിക്കും, പക്ഷേ ശരിയായത് ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തെറ്റായതാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. ആ തെറ്റായ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ പിന്തുടരുന്നത്. നമ്മുടെ മനസ്സിൽ ഒരുപാട് നന്മകളുണ്ട്, പക്ഷേ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ പരാജയം എപ്പോഴും ഉണ്ടാകും. അയ്യോ അങ്കിൾ, എൻ്റെ ആദ്യ തെറ്റ് പറ്റി. അതെ, നാം യാതൊന്നും മോഹിക്കുവാനായിട്ട് പാടില്ല. ദൈവം നൽകിയതിനെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബായ്. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ നമ്മുടെ കൂട്ടുകാരുടെ ഇന്നത്തെ കാഴ്ചവിരുന്ന്? എങ്കിൽ എഴുതുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ശാന്തിയും സമാധാനവും ആശംസിച്ചുകൊണ്ട് ഇനി നമ്മൾ കാണുന്നത് വരെ വിടാം.